വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് വീട്ടിൽ അടിപൊളിയായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. സോ ഐ തോട്ട് ഒരു ലോങ് വീഡിയോ ചെയ്താലോ എന്ന്. കുറേ നാളായില്ലേ നമ്മുടെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഇപ്പം രാവിലെ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ആർക്കും ജോലിക്കൊന്നും പോകണ്ട, ഫുഡൊന്നും കൊണ്ടുപോകണ്ട. അതുകൊണ്ട് തന്നെ എല്ലാവരും റിലാക്സ് ചെയ്ത് പതുക്കെയാണ് എണീറ്റത് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ തന്നെ എഴുന്നേക്കും. എനിക്കാണെങ്കിലും രാവിലെ 8 മണിയാകുമ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട് എല്ലാ ദിവസവും. അതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് എല്ലാ ദിവസവും എണീക്കാറ്. ഇപ്പം ഞായറാഴ്ച മാത്രമായതുകൊണ്ട് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് പതുക്കെ എണീക്കാറ്. എന്നാലും ഒരു 7-7:30 വരെ അത്രയും മാക്സിമം പോകാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് എഴുന്നേറ്റു, ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പതുക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇടിയപ്പവും മുട്ടക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതെല്ലാം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒപ്പം തന്നെ തുമ്പിയും കൂടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അവന് രാവിലെ പാലൊക്കെ കാച്ചി കൊടുത്തിട്ട് അതൊക്കെ കുടിച്ചിട്ട് മിടുക്കനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഒരു വാശിയോ ബഹളമൊന്നും ഇല്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ടും അച്ഛനും ഒരു പണി ഉണ്ടായിരുന്നേ. അപ്പോൾ അച്ഛൻ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അർജൻറ്റായിട്ട് കുറച്ച് വർക്കുകളൊക്കെ തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫ്ലവറിൻ്റെ കളർ കാണാൻ നല്ല രസമല്ലേ. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. വൈറ്റും അതുപോലെ റെഡും പിന്നെ ഈ ഒരു കളറും. ഇന്നലെ രാത്രിയിൽ നമുക്ക് അധികം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല വെയിലാണ് കേട്ടോ. ചെറിയൊരു മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ വൈകുന്നേരം പെയ്തേക്കാം. ഒന്ന് പെയ്താൽ മതിയായിരുന്നു. അത്യാവശ്യം നല്ല ചൂടാണ്. ഭൂമി തണുക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് അന്തരീക്ഷം ഒന്ന് മാറി നല്ല തണുപ്പാവുള്ളേ. ചെടിക്കൊക്കെ ആണെങ്കിലും നല്ല ഉഷാറ് വയ്ക്കും. അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തൈയൊക്കെ മുളച്ച് നല്ലതായിട്ട് കരുത്തായിട്ട് വളരുന്നുണ്ടേ. ഞങ്ങളപ്പോൾ രാവിലെ തന്നെ അലക്കിൻ്റെ പരിപാടിയൊക്കെ കേട്ടോ. അമ്മയാണ് അലക്കിയത്. വിഷുവൊക്കെ അല്ലേ വരുന്നത്. അതുകൊണ്ട് വീട്ടിലുള്ള ചവിട്ടികളും അതുപോലെ കിടക്കയുടെ കവറും പില്ലോ കവേഴ്സും എല്ലാം അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ വെയിലാവുന്നതിന് മുമ്പേ. ശിവപാർവതിയുടെ മുകളിൽ കൂടെ മറ്റേ കോവലിൻ്റെ വള്ളി ചുറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടു, സെപ്പറേറ്റ് ആക്കി. ഇനിയിപ്പോൾ എന്തായാലും പയറൊക്കെ വളർന്ന് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് പ്രത്യേകം വള്ളി കെട്ടണം. അപ്പോൾ ആ കൂടെ തന്നെ അങ്ങ് വളർത്തി വിടാമെന്ന് വിചാരിച്ചിട്ടാണേ. നന്നായിട്ട് കോവയ്ക്ക ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു ചെറുത് അതിൽ നിൽപ്പുണ്ട്. ചെറിയൊരു വള്ളിയാണേ. കോവയ്ക്ക ഉണ്ടാവുകയാണെങ്കിൽ തോരൻ വയ്ക്കുകയാണെങ്കിൽ നല്ലതല്ലേ. തോരനല്ല, മെഴുക്ക് വരട്ടി. ഇവിടെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാറുള്ളൂ. തോരൻ വയ്ക്കുമോ എനിക്കറിയത്തില്ല. എനിക്ക് കോവയ്ക്കയോട് വലിയൊരു പ്രിയമില്ല കേട്ടോ. മെഴുക്ക് വരട്ടിയാണെങ്കിൽ പിന്നെ ഞാൻ തിന്നും, ഉണക്കിയൊക്കെ എടുക്കുകയാണെങ്കിലേ. പിന്നെ ഈ ശിവപാർവതിയിലുണ്ടല്ലോ, നമ്മൾ എരമ്പത്തി നട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ചെടി വളരുന്നൊക്കെയുണ്ട്, പക്ഷെ പൂവ് കാര്യമായിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ ഭാഗത്ത് എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉണ്ട് ഈ ഒരു സാധനം. പക്ഷേ ഇല കാണാത്ത രീതിയിൽ പൂവാണ് എല്ലായിടത്തും. പക്ഷെ നമ്മൾ എരമ്പത്തി നട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു പൂ കുറച്ച് കുറവാണ്. പിന്നെ ഈ കാപ്പിമ കൂടെ നല്ലൊരു ഭംഗിയുള്ളൊരു വള്ളിച്ചെടി ഉണ്ട് കേട്ടോ. ഒരു വയലറ്റ് കളറിലുള്ള പൂവാണ് അതിലുണ്ടാകുന്നത്, കൊല പോലെ. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അതും ഈ കാപ്പിയുടെ എരമ്പത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെ പൂ ഇട്ടിട്ടില്ല. അപ്പോൾ അമ്മ അടുത്ത് നിൽപ്പുണ്ടേ. അമ്മയോട് ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, എന്താ അമ്മ അത് പൂവിടാത്തതെന്ന്. അപ്പോൾ അമ്മ പറയുന്നത് അതിൻ്റെ വള്ളി മൂത്ത് വരുന്നേ ഉള്ളൂ, പൂവിടേണ്ട സമയം ആയിട്ടില്ല എന്ന്. നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പൂവ് കാണാൻ വേണ്ടിയിട്ട്, വയലറ്റ് കളറിൽ. കാപ്പിയിലേക്ക് ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിക്കുരു ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ കാപ്പിയിൽ മൊത്തം ചുറ്റിപ്പറ്റി വളരത്തില്ല. ഇതിനെയും അപ്പോൾ കയറ് കെട്ടിയിട്ട് മാറ്റി നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സൈഡിൽ നിന്ന് പുല്ലിപ്പറിക്കലൊക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ നട്ടേക്കുന്ന പച്ചക്കറിയും അങ്ങനത്തെ കറ്റാർവാഴ, പനിക്കൂർക്ക, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ്. പയറൊക്കെ ഏകദേശം മുളച്ചിട്ടുണ്ട്. ഇന്ന് ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ സവോളയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്, നല്ല റിസൾട്ട് ഉണ്ടാവും, വാങ്ങിക്കുന്നു. പിന്നെ 10 റുപ്യ ഉണ്ടായിരുന്നുള്ളൂ ഒരു കവറിന്. അപ്പോൾ നമ്മളെന്തായാലും പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഇവിടുത്തെ മണ്ണൊക്കെ നല്ല വളക്കൂറുള്ളത്, അതുകൊണ്ട് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്തായാലും അതിൻ്റെ നടേണ്ട രീതിക്ക് തന്നെ അമ്മ നട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറേ 4 മണിപ്പൂവില്ലേ, അത് നട്ടിട്ടുണ്ട് കേട്ടോ അമ്മ. ഇത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ കളറാണ്. നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരുന്നുണ്ട്. കാരണം മഴ കിട്ടിയില്ല ഈയിടെയായിട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ യെല്ലോ കളറും പിന്നെ 3-4 കളേഴ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ നട്ടിട്ടുണ്ട് അപ്പുറത്തായിട്ട്. ഒരു മഴ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിൽക്കുന്നത് യെല്ലോ കളറാണ്. ഇത് നല്ല രീതിയിൽ തന്നെ തഴച്ച് വളരുന്നുണ്ട്. എത്രയൊക്കെ വാടിക്കരിഞ്ഞ് നിന്നാലും ഉണ്ടല്ലോ, 1-2 മഴ കിട്ടുമ്പോൾ ഇവിടെയുള്ള ചെടികളെല്ലാം നല്ല കരുത്താർജിച്ച് വളർന്നു വരിക. മാത്രമല്ല കുറേ തൈകളും ഉണ്ടാവും. പിന്നെ ഈ റോസേൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, പക്ഷേ എനിക്ക് പറഞ്ഞിട്ടും മതിയാവണില്ല. അതിലുള്ള മുട്ടുകൾ നോക്കി, ഇനിയിപ്പോൾ വിരിയാൻ എത്രത്തോളം മുട്ടുകളാന്ന് നോക്ക്. ഇഷ്ടം പോലെ പൂവിടണം കേട്ടോ. നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ മുതലാവുന്ന ചെടി എന്ന് പറഞ്ഞാൽ റോസാണ്. വാങ്ങുമ്പോൾ ഒരു ചെറിയ കഷ്ണേ കിട്ടുകയുള്ളൂ, 50 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. ചട്ടിയൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലാണ് അവർ കമ്പ് നട്ടിട്ട് നമുക്ക് തരുന്നത്. പിന്നെ നമ്മളാണ് ഇത്രയും ഡെവലപ്പാക്കി എടുക്കുന്നത്. ഈ കാണുന്നതൊക്കെ ചീരയാണ് കേട്ടോ. ചീരയ്ക്ക് ഇവിടെ യാതൊരു ക്ഷാമവും ഇല്ല. ഇഷ്ടംപോലെ ഉണ്ട് തൊടി കൂടെ.
പച്ചയാവട്ടെ ചുവന്നായിക്കോട്ടെ തണ്ടിന് പിങ്ക് കളറുള്ളതായിക്കോട്ടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വീടിൻ്റെ പുറകു വശത്തായിട്ട് ഇതൊരു പ്രത്യേകതരം വാഴയാണ്, പക്ഷേ അതിൻ്റെ കൈ മോനൊടിച്ച് കളഞ്ഞാണേ, അത് കുഴപ്പമില്ല. പിന്നെ ഇത് അപ്പുറത്തായിട്ട് ചേന നട്ടിട്ടുണ്ട്. പിന്നെ 3-4 കവറിലായിട്ട് എന്തോ സ്പെഷ്യലായിട്ടുള്ള ചേമ്പും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ പെരേൻ്റെ മുകളിലായിട്ട് മധുരക്കിഴങ്ങ്, കാച്ചിൽ 2 വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ എന്തായാലും ഉള്ള സ്ഥലങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാന്താരി നട്ടിട്ടുണ്ട്. കാന്താരി നല്ല രീതിക്കാണ് വളർന്നു വരുന്നത്, പക്ഷേ ഇച്ചിരി എരമ്പ് സൈഡാണ്. കുറച്ചും കൂടെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നന്നായിട്ട് കായ്ക്കും. ഇപ്പോഴും കായ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ, കാന്താരിക്ക് കുറവൊന്നുമില്ല. പക്ഷേ ഇതിനേക്കാൾ കായ്ക്കേണ്ടതാണ്. എന്തായാലും ചിലപ്പോൾ നമ്മളതൊന്ന് പറിച്ചിട്ട് വേറെ പറമ്പിലേക്ക് എങ്ങനെ മാറ്റി നടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലുള്ള ചെടികളൊക്കെ ഒന്ന് വലിച്ചു പറിച്ച് കളഞ്ഞിട്ട്, ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുരടിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ചെടികളേക്കാൾ കൂടുതൽ ഈ ലീവ്സിൻ്റെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഈ മഞ്ഞക്കുമണി വെട്ടിക്കളയാനങ്ങനെ തോന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം പുറത്തു കൂടെയൊക്കെ കറങ്ങി. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഈ ഒരു കാലാവസ്ഥയിൽ ഇതുപോലത്തെ വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ കുറച്ച് തണ്ണിമത്തങ്ങ ചെത്തി തിന്നു. പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ചൂടുവെള്ളത്തിൽ ആണ് കേട്ടോ ഇഷ്ടമല്ല, പെട്ടെന്ന് തണുത്ത വെള്ളമൊക്കെ കുടിച്ച് തലവേദന വരും. ഇവിടുത്തെ വെള്ളം, പൈപ്പിലത്തെ വെള്ളമാണെങ്കിൽ ഭയങ്കര ഐസ് പോലെയാണേ. എനിക്ക് പക്ഷേ തണുത്ത വെള്ളത്തിൽ കുടിക്കുന്നതാണ് ഇഷ്ടം. ഞാനതുകൊണ്ട് തണുത്തത്. അമ്മയ്ക്ക് സെപ്പറേറ്റ് ചൂടുവെള്ളമുണ്ട്, ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അമ്മയ്ക്കും ഒരു കഷ്ണം എടുത്തു, ഞാനും ഒരു കഷ്ണം എടുത്തു. മോന് വലിയ താല്പര്യമില്ല കേട്ടോ നാരങ്ങ വെള്ളം. എനിക്കാണെങ്കിൽ സോഡ ഇട്ട നാരങ്ങ വെള്ളമാണ് കൂടുതൽ ഇഷ്ടം. സോഡ പിന്നെ നമ്മുടെ ശരീരത്തിന് അത്ര നല്ല സാധനമല്ലല്ലോ. നമ്മളിപ്പോൾ ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ സോഡ നാരങ്ങ വെള്ളമാണ് കേട്ടോ കൂടുതലും കുടിക്കാറ്. അതാണ് ഇഷ്ടം. നമ്മുടെ വീട്ടിൽ സോഡയൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്നൊരു പ്ലാനാണ് കേട്ടോ. കുറേ നാളായി ഇടിയപ്പം കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് അത് ഉണ്ടാക്കാം. എന്ത് കഴിച്ചാലും നമുക്ക് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. രാത്രിയിലാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ചോറ് അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ അച്ഛനങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ചോറ് കഴിക്കുന്നതിനോടാണ് താല്പര്യം. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകുകയാണ്. എനിക്കാണെങ്കിൽ തേങ്ങ ഇട്ടിട്ടാണ് ഇഷ്ടം. പക്ഷേ അമ്മയ്ക്കൊന്നും തേങ്ങ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ വാഴയില എടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ പറമ്പിൽ വാഴയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല കാറ്റല്ലേ, അതുകൊണ്ട് ഒന്നും തന്നെ കീറാതെ കിട്ടത്തില്ല കേട്ടോ. പിന്നെ നമുക്കിതിന് 2-3 പീസ് മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇടിയപ്പം ചൂടാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം കീറി എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണേ. കുറേ മാങ്ങ പുഴുങ്ങി കിടപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട്. പക്ഷേ ചെനച്ചിട്ടൊന്നുമില്ല. ചെനച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിടത്തില്ല, ഞാൻ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ. ഇപ്പോൾ ചെനച്ചിട്ടൊന്നുമില്ല. നല്ല കാറ്റായതുകൊണ്ട് കൂടുതലും പൊഴിയാണേ. ഇത് അമ്മ സ്റ്റീമറിലാണ് കേട്ടോ, പുതിയതായിട്ട് നമ്മൾ വാങ്ങിയ സ്റ്റീമറാണ്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റീമറിൽ ഇതാമ്മ അപ്പോൾ ഇതുപോലെ വലുതാക്കിയാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കിയത്. പിന്നെ കൂടെ മുട്ട റോസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. തക്കാളിക്കൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പുളിയും നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അമ്മ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു ഫ്ലേവറും. മറ്റേ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുള്ള മുട്ടക്കറിയാണ്, നല്ല കുറുന്നനെ ചാറൊക്കെ ആയിട്ട്. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു.